ഭാമേ ഞാൻ പോവാ ചന്ദ്രേ. അയ്യോ നേരെ ഇരട്ടിയല്ലോ. ഇനി എങ്ങനെ പോവും? ഞാനേ സുധിയോട് നിന്നെ കൊണ്ടുവിടാൻ പറയാം. എന്നെ ആരും കൊണ്ടുവിടണ്ട ചന്ദ്രേ, ഞാൻ പോവാ. ഈ ഭാമയ്ക്ക് എന്താ പറ്റി? എന്തോ പന്തികേടുണ്ടല്ലോ. ആന്റി ആന്റി കാറിന്റെ കീ കിട്ടിയില്ലേ? എടുത്തു, ദാ കിട്ടി. അതെ, ഇത് നിനക്ക് ഡിക്കിന്ന് ബാഗ് എടുക്കാൻ വേണ്ടി തന്നെയല്ലേ? അതെ ആന്റി, ഞാൻ വേറെന്ത് ചെയ്യാനാ? ഇവളുടെ ഭാവം കാണുമ്പോ എന്തോ ഒരു പന്തികേടുള്ളതുപോലെ. അല്ല ആന്റി എങ്ങനെ പോവും? ഞങ്ങൾ കൊണ്ടുവിടണോ? ആന്റി എങ്ങനെ പോവും? ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ച് പൊക്കോളാം. പാവ ആന്റി. ഇത് വേണോ ശ്രുതി? ഒന്നുകൂടി ആലോചിച്ചിട്ട് ആന്റണിയുടെ ആൾക്കാർക്ക് കീ കൊടുത്താ പോരെ? ആലോചിക്കാനൊന്നുമില്ല. അവൻ അവിടെ വെയിറ്റ് ചെയ്യാ. ഇപ്പൊ തന്നെ കീ കൊടുക്കണം. നമ്മള് വെയിറ്റ് ചെയ്ത് വെറുതെ ആയോ? ശ്രുതിയെ കാണുന്നില്ലല്ലോ. അവള് വരും. കാറിന്റെ കീ കൊണ്ടുവരാൻ പറഞ്ഞതിന്റെ യഥാർത്ഥ കാരണം അവൾ അറിയരുത്. അവള് കുരുട്ടുബുദ്ധിയുള്ളോളാ, അവക്ക് മനസ്സിലാവില്ലേ? ഹേയ്, ശ്രുതിയാണെന്ന് തോന്നുന്നു. ഇരെ നീയും ഉണ്ടോ? പിന്നെ ഇത് ആരോടും പറയരുത് കേട്ടോ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എന്തിനാ നീ നിന്റെ ഫ്രോഡ് പരിപാടിയിലേക്ക് ഇവളെ വലിച്ചടിക്കുന്ന? ഇവള് ഫ്രോഡ് ആയതുകൊണ്ട്. ആന്റണി വേണ്ട, നീ കാറിന്റെ കീ എടുക്ക്. ഗീത നാ. അല്ല എന്താ നിന്റെ പരിപാടി? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അല്ല ഇതന്നെയല്ലേ നീ മുന്നേം പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ചെല്ല്, ഞങ്ങൾ ഞങ്ങളുടെ ജോലി നോക്കട്ടെ. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, നിങ്ങൾ ചെല്ല്. പിന്നെ കാറിന്റെ ബ്രേക്ക് തകരാറാക്കി വെക്കുക. അതിനുശേഷം കാറിന്റെ കീ അവിടെ വരാന്തയിലോ മറ്റോ ഇട്ടിരിക്കുക. അവൻ ഉറങ്ങിക്കാണും, എങ്കിലും ശ്രദ്ധിക്കണം. ചെല്ല്. ശരി ബോസ്. ബ്രേക്ക് ഇല്ലാത്ത കാർ എടുക്കുന്ന സച്ചി നാളെ എവിടെയെങ്കിലും ഇടിച്ച് തീരും. രേവതിക്ക് ജീവിതാവസാനം വരെ കരയാനുള്ള വകയായി. അതെ, നീ പൂ വിൽക്കാൻ പോകുമ്പോ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാറില്ലേ? ഉണ്ടല്ലോ. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ആ ആന്റണിയെ അടിക്കുന്നതിന് മുന്നേ നിനക്ക് അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് വായിലൊഴിച്ചിട്ട് നിൽക്കായിരുന്നില്ലേ? എന്റെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടി നീ പറഞ്ഞു തന്ന വിദ്യയല്ലേ അത്? എന്തേ നീ അങ്ങനെ ചെയ്യാറുന്നത്? അവന്റെ സ്വഭാവം നിനക്കറിയാവുന്നല്ലേ? അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ഇതിനവൻ കണക്ക് തീർക്കാൻ നോക്കും. നിനക്ക്
പേടിയുണ്ടോ? എന്ത് പേടി? പേടിയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ അടിക്കുമായിരുന്നു. ഇതിന് മറുപടിയായിട്ട് അവൻ എന്തെങ്കിലും ചെയ്യൂന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ സച്ചേട്ടാ, അവനൊന്നും ചെയ്യില്ല. അവനെ സച്ചേട്ടന് പേടിയാ. എന്നോട് എന്തെങ്കിലും ചെയ്താ അതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ അനങ്ങത്തില്ല. ആ അനങ്ങുമല്ലോ എന്ന് നോക്കാം. ഞാൻ എന്തായാലും കിടക്കാൻ പോവാ. എനിക്ക് അത് രാവിലെ എഴുന്നേക്കണം. കുറച്ച് മാല കെട്ടാനുണ്ട്. വലിയ എന്തെങ്കിലും ഓർഡർ കിട്ടിയിട്ടുണ്ടോ? എനിക്ക് കിട്ടിയ ഓർഡർ അല്ല, പ്രമീള ചേച്ചിക്ക് കിട്ടിയ ഓർഡറാ. ഞാനേ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നതാ. കുറെ മാല കെട്ടി വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി കെട്ടണം. സച്ചേട്ടന് നാളെ രാവിലെ ട്രിപ്പ് പോകാനുണ്ടോ? ആ, ഒരു ട്രിപ്പുണ്ട് രാവിലെ 8 മണിക്ക്. ആ, 8 മണിക്കല്ലേ? അപ്പൊ ഞാനും കൂടെ വരാവേ. എന്നെ പ്രമീള ചേച്ചിയുടെ കടയുടെ ഫ്രണ്ടിലൊന്നും വിട്ടാ മതി. എന്നിട്ട് സച്ചേട്ടൻ പോയിക്കോ. ആ, അപ്പോ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഓട്ടോ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല എന്താ നിന്റെ സ്കൂട്ടറിനെന്ത് പറ്റി? സ്കൂട്ടറിനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇതേ സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് അധികം ഉണ്ട്. ഓ, അപ്പോഴേ ഞാൻ കിടക്കാൻ പോവാണേ. എനിക്കും ഉറക്കം വരുന്നുണ്ട്. ആ, എന്നാ വാ കിടക്കാം. അല്ല, നീ അലാറം വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഒക്കെ വെച്ചിട്ടുണ്ട്. അവളെ വിശ്വസിക്കാൻ പറ്റില്ല. അവൾക്ക് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവോ? ആകെ പ്രശ്നാവോ? ഒടുക്കം ഞാൻ കുടുങ്ങോ? എനിക്ക് പേടിയാവുന്നു. വാടാ. പൂട്ടിയിരിക്കുകയാണല്ലോ. സാരമില്ല, വേറെ വഴിയുണ്ട്. നീ വാ.
ചെയ്തിട്ടുണ്ട്. നാളെ ഈ കാർ എടുത്താൽ അവന്റെ അവസാനമായിരിക്കും. അതെ, എവിടെയെങ്കിലും ഇടിച്ചവൻ തീരട്ടെ. ഇതിനി എവിടെ വെക്കാനാ? ആ വരാന്ത കൊണ്ട് വെച്ചാലോ? അവിടെ വെക്കണ്ട, ജനൽ വഴി അകത്തേക്കിടാം. ഇങ്ങതാ, ഞാൻ ഇട്ടിട്ട് വരാം. ആ രേവതി, റെഡിയല്ലേ? ആ വാം. അയ്യോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ. കഴിച്ചിട്ട് പോവാം. ഇപ്പൊ തന്നെ ലേറ്റായി. ട്രിപ്പ് പോയി വന്നിട്ട് കഴിക്കാം. വാ, കാറിന്റെ കീ. കാറിന്റെ കീയോ? അത് സച്ചേന്റെ കയ്യിലല്ലേ ഉള്ളത്? എന്നോടാണ് ചോദിക്കുന്നത്? ഇന്നലെ രാത്രി കീ നിന്റെ തന്നല്ലേ? നീയല്ലേ വെച്ചത്? എന്റെ കയ്യിൽ തന്നിട്ടൊന്നുമില്ല. സച്ചേൻ എന്താ വെറുതെ സ്വപ്നം കാണുവാണോ? ഇന്നലെ നിന്റെ കയ്യിൽ തന്നെ തന്നത്. നിനക്ക് ഓർമ്മയില്ലഞ്ഞിട്ടാ. ഇന്നലെ നിന്റെ കയ്യിൽ തന്നെ തന്നത്. നിനക്ക് ഓർമ്മയില്ലഞ്ഞിട്ടാ. നീ എവിടെ വെച്ചെന്ന് നോക്കി എടുത്തോണ്ട് വാ. എനിക്ക് പോണം. ചുമ്മാ ടെൻഷൻ ആക്കല്ലേ. എന്റെ സച്ചേട്ട, എനിക്ക് ഓർമ്മക്കേടൊന്നും ഇല്ല. എന്റെ കയ്യിൽ തന്നിട്ടില്ല. സ്ഥിരം വെക്കുന്നിടത്ത് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. ചെന്ന് നോക്ക്. നിന്റെ കയ്യിലല്ലേ കീ തന്നത്, പിന്നെ എങ്ങനെ അവിടെ കാണുക? എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ തന്നിട്ടില്ലെന്ന്. ഓ, ഭ്രാന്ത് പിടിപ്പിക്കും. അവിടെ നോക്കിയേ. അവിടെ നോക്കാം. അപ്പുറത്തെ കവോട് നോക്ക്. ഇവിടെയല്ലേ സച്ചേട്ട സാധാരണ വെക്കാറ്? ഞാൻ ഇവിടെ നടുക്കാ വെക്കാറ്. ഇവിടെ കൊണ്ട് വെച്ചോ എന്തോ. സച്ചേട്ടാ, ദേ കീതേ അവിടെ കിടക്കുമായിരുന്നു. അതെങ്ങനെ അവിടെ വന്നു? സച്ചേന്റെ കയ്യിൽ നിന്ന് തന്നെ വീണതായിരിക്കും. അതിനൊന്നും ഒരു സാധ്യതയില്ല. എന്നാ പിന്നെ കീക്ക് കൈയും കാലും വെച്ച് നടന്നു പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ആവട്ടെ, കീ കിട്ടിയല്ലോ. നീ വാ, ലേറ്റായി, നമുക്ക് പോവാം. കവർ എടുക്കണേ. പിടി. സമയം ഒരുപാടായി.
ആരാ? സാറേ സാറേ അത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുവാ. ഒരു 10-15 മിനിറ്റ് അതിന് മുന്നേ എത്തും. ഓക്കെ സാർ. ഇല്ല ലേറ്റ് ആവില്ല. ശരി സാർ. അതെ പെട്ടെന്ന് വാ, സാറ് വെയിറ്റ് ചെയ്യാം. തുറക്ക്. ഭയങ്കര പ്രമീള ചേച്ചിയാ? ആ രേവതി ചേച്ചി. മാലകളൊക്കെ റെഡിയായോ? ഞാനത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാ. എല്ലാം റെഡിയാ ചേച്ചി. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോഴല്ലേ ചേച്ചി ഇങ്ങോട്ട് വന്നത്? ഇവിടെ അടുത്തൊരു വീട് വരെ വരാനുണ്ടായിരുന്നു. തിരിച്ചു പോകുമ്പോ എടുക്കാന്ന് കരുതി. നിനക്കൊരു യാത്ര ഒഴിവാകുമല്ലോ. സച്ചേട്ടാ ചേച്ചി വാ, ഞാൻ എടുത്തുതരാം. ആ ചേച്ചി. ശരി രേവതി, കാശ് ഞാൻ വൈകുന്നേരം തന്നേക്കാം കേട്ടോ. ഒന്നും കുഴപ്പമില്ല ചേച്ചി. ആ എന്നാ ശരി. രേവതി എന്നാ ശരി. രേവതി അല്ല മാല കൊടുത്തില്ലേ? ഇനിയിപ്പോ നീ വരുന്നില്ലല്ലോ. ഇല്ല, സച്ചേട്ടൻ പോയിക്കോ. പിന്നെ ശ്രദ്ധിച്ചു പോണേ. അച്ഛനാ സാധാരണ ഇങ്ങനെ പറയാറ്. ഇപ്പൊ നീ തുടങ്ങിയോ? ശരി, ഞാൻ പോട്ടെ. ശരി എന്നാ. എവിടെ അവൻ? കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ സച്ചിന്ന് കാർ എടുക്കുന്നില്ലേ? ഏതോ ഒരു വണ്ടി വരുന്ന ശബ്ദം. അവനായിരിക്കും. നീ പോയി നോക്ക്. സച്ചി തന്നെ വണ്ടിക്കകത്ത്. അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതെ അതെ, അവന്റെ ഭാര്യയും കൂടെ വേണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ രണ്ടും ഒന്നിച്ചങ്ങ് അവസാനിച്ചേന. സാരമില്ല, അവന്റെ കഥ ഏതാനും മിനിറ്റിനകത്ത് തീരും. വട എന്താ ചെയ്യാ? എന്നെ ഇടിക്കാനായിട്ട് തന്നെ വന്നാ ഞാൻ മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടാ. അല്ലെങ്കിൽ ഞാനിപ്പോ തീർന്നു പോയനെ. സാറേ ഞാൻ ചുമ കഥ ഉണ്ടാക്കില്ലേ സാറേ. സാറേ ഞാൻ പറഞ്ഞത് സത്യമാ. ദയവ് എന്നെ വിശ്വസിക്കണം. നീ എന്നെ കൊല്ലാൻ നോക്കിയത് തന്നെയാണ്. വധശ്രമത്തിന്റെ പേരിലെ നിന്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കടാ.
നിന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യും. അങ്ങനെ ജയിലിലൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല. അതിന് മാത്രം തെറ്റൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ നോക്കിയിട്ടില്ല. മനഃപൂർവ്വം ചെയ്തതല്ല. കാറിന്റെ ബ്രേക്ക് പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാനത് പറഞ്ഞല്ലേ സാർ. എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യരുത്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്തായാലും നാളെ വാ. സാർ ഞാൻ പറയുന്നു. ഏയ്